നമസ്കാരം. അപ്പോൾ കേരളത്തിൽ നിലവിൽ ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിക്ക് 3 MLA-മാരെ കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയാം. അതിനോടനുബന്ധിച്ച് തന്നെ പലതരത്തിലുമുള്ള ഈ പറയുന്ന രീതിയിൽ ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്തിൽ നിന്നുമൊക്കെയുള്ള കുറേയധികം കൂട്ടക്കൊഴിച്ചിലുകളൊക്കെ തന്നെ ബി ജെ പിയിലേക്ക് ചെന്നെത്തുന്നതായിട്ട് നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു നേട്ടമുണ്ടായ ഒരു സ്ഥലമാണ്, ജയിച്ചില്ലെങ്കിൽ പോലും ഒരു നേട്ടമുണ്ടായ ഒരു സ്ഥലമാണ് പാല. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഷോൺ ജോർജ് നടത്തിയ ഒരു വലിയ തോതിലുള്ള ഒരു മുന്നേറ്റമാണ് അതിലെടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞത്. കാരണം പാലാ പോലുള്ള ഒരു സ്ഥലത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് ഏകദേശം 30,000-ലധികം 35,000 അടുപ്പിച്ച് വോട്ടുകൾ നേടിയെടുക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ നിർണായകമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും അവിടെ ഷോൺ ജോർജ് വലിയ തോതിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്. അതായത് പാലായിൽ നിരവധി പേരാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നതായിട്ടുള്ള ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന ഷോൺ ജോർജ് തന്നെയാണ് ഇവരെ എല്ലാവരെയും ബി ജെ പിയിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ഷോൺ അണിയിച്ച് സ്വീകരിച്ച് ബി ജെ പി അംഗത്വം നൽകിയിരിക്കുന്നതും ഇപ്പോൾ ഷോൺ ജോർജ് തന്നെയാണ് എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. നമുക്കതൊന്ന് വായിക്കാം എന്താണ് സംഭവം എന്നുള്ളത്. അതായത് നിരവധി ആളുകൾ ഈ പറയുന്ന തോതിൽ യു ഡി എഫിൽ നിന്നും ബി ജെ പിയിലേക്ക് പാലാ മുനിസിപ്പാലിറ്റി 150 നമ്പർ കാനാട്ടുപാറ ബൂത്തിൽ നിന്നുമാണ് യു ഡി എഫ് വിട്ട് നിരവധി ആളുകൾ ബി ജെ പിയിൽ അംഗത്വം എടുത്തിരിക്കുന്നത് തന്നെ. അതായത് ഏകദേശം 10-ൽ കൂടുതൽ 20-നടുത്ത ആളുകൾ ഈ പറയുന്ന രീതിയിൽ ബി ജെ പിയിൽ ഇപ്പോൾ തന്നെയും ഈ പറയുന്ന പാലായിൽ നിന്നും യു ഡി എഫ് വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ക്രൈസ്തവർ അടക്കം നിരവധി പേരാണ് ഇപ്പോൾ യു ഡി എഫ് വിട്ടുകൊണ്ട് ബി ജെ പിയിൽ ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ബി ജെ പിയിൽ ചേർന്നവരെയൊക്കെ തന്നെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള അഡ്വക്കേറ്റ് ഷോൺ ജോർജും അതോടൊപ്പം തന്നെ മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള മനോജ് മാഞ്ചേരിയും നിരവധി പേരും, അതായത് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ആൾക്കാരും ഒക്കെ ചേർന്ന് തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത് തന്നെയും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ബി ജെ പിയിലേക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഒഴുക്ക് അത് മുന്നും നടന്നിട്ടുണ്ട്, ഇപ്പോഴും ഈ പറയുന്ന രീതി ഇലക്ഷൻ കഴിഞ്ഞിട്ടും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ചില സ്ഥലങ്ങൾ, അതായത് എടുത്തു പറയേണ്ടത് ഈ പാലാ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെയും ഈ ഒരു രീതിയിലുള്ള മാറ്റം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും അതും യു ഡി എഫ് വിട്ടുകൊണ്ട്, നിലവിൽ ഭരണത്തിൽ കയറിയ യു ഡി എഫ് വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുക എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ചെറിയ കാര്യമല്ല എന്നുള്ളതും വാസ്തവമായിട്ട് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഷോൺ ജോർജിന് ഒരു നേട്ടം ഉണ്ടാക്കി കൊടുത്ത ഒരു മണ്ഡലം കൂടിയാണ്. അവിടെ തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് ഇനി അവിടെ നിന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകൾ സാധ്യമാകും എന്നതിന്റെ ഒരു കണക്ക് കൂട്ടലുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഷോൺ ജോർജ് ആ മണ്ഡലം തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ നിരവധി പേര് യു ഡി എഫ് വിട്ട് തന്നെ, എൽ ഡി എഫ് അല്ല യു ഡി എഫ് വിട്ട് തന്നെ ബി ജെ പിയിലേക്ക് ചേർന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നതെന്ന് പറയുന്നത്. എന്തായാലും എൽ ഡി എഫും യു ഡി എഫും ഒക്കെ ചേർന്നുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ ബി ജെ പിക്കെതിരെ പലതരത്തിലുമുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിലവിൽ നടത്തുമ്പോൾ പോലും ഇതുപോലെ നിരവധി പേര് ഈ പറയുന്ന രീതിയിൽ ബി ജെ പി പാളയത്തിലേക്ക് എത്തുക എന്ന് പറയുമ്പോഴത്തേക്കും അത് തീർച്ചയായിട്ടും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.